ഹൽക്കൻസ് മാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ എണീറ്റ് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞൊരു ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് കഴിഞ്ഞു എന്നാണ്. അത് കേട്ടപ്പോൾ തന്നെ ഉള്ള മൂടങ്ങ് പോയി. പിന്നെ കുറച്ച് നേരം ആ ബാൽക്കണിയിലൊക്കെ ഒന്ന് ഉലാത്തിയതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയതിന് ശേഷം എന്നാൽ പിന്നെ ചായ വെച്ചേക്കാം, വേറെ പണിയൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചു. രാവിലെ തന്നെ അമ്മ 5 മണി 5:30 എണീക്കും. അത് ശീലമായി എന്നാണ് അമ്മ പറയുന്നത്. ഭാഗ്യത്തിന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഗ്യാസ് കഴിഞ്ഞത്. അതുകൊണ്ട് അമ്മ പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തലേദിവസത്തെ നല്ല മീൻകറി വറ്റിച്ചതുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പുട്ടും മീൻകറിയും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ ഏതപ്പന് ദോശ വേണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ദോശമാവും പുറത്തെടുത്ത് വെച്ചു. അങ്ങനെ ഇൻഡക്ഷൻ കുക്കറിൽ ചായയും വെച്ചു. അതിനുശേഷം പുട്ടും മീൻകറി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതപ്പം വന്നിട്ട് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചതൊന്നല്ല കേട്ടോ. അവിടെ ചേട്ടൻ്റെ അനിയനും കൂടി അടി കൂടി കഴിഞ്ഞപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി എൻ്റെ അടുത്തേക്ക് വന്നതാണ്. ഞാനപ്പോൾ പറയും, എന്തിനാ നിങ്ങൾ ഈ ഓടിപ്പടഞ്ഞ അടുക്കളയിലേക്ക് വരണേന്ന്. കാരണം ഇവരെ എന്ത് കളി ഉണ്ടായാലും അല്ലെങ്കിൽ ചേട്ടൻ അനിയന് എന്ത് വഴക്കുണ്ടായി കഴിഞ്ഞാലും ഓടി വരുന്നത് അടുക്കളയിലേക്കാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പുട്ടും തലേദിവസത്തെ നല്ല വറ്റിച്ച മീൻകറിയും. എന്തൊരു ടേസ്റ്റായിരുന്നു എൻ്റെ പൊന്നേ. പുട്ടും മീൻകറിയും പുട്ടും ബീഫും അതൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. എനിക്കിഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയാൻ പാടില്ല. എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആയപ്പോഴത്തേക്കും ഗ്യാസ് അങ്ങ് എത്തി കേട്ടോ. ഗ്യാസ് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും പകുതി ആശ്വാസമായി. അങ്ങനെ നിൽക്കുമ്പോഴാണ് ചേട്ടൻ്റെ അനിയനും ചെറിയ രീതിയിൽ വഴക്കുണ്ടാക്കി. വേറൊന്നല്ല, ആ ഡോണ് മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് TV കാണായിരുന്നു. തൊട്ട് ഫ്രണ്ടിൽ ഏതപ്പം വന്ന് ഇതേപോലെ പട്ടി പോലെ അങ്ങ് നിന്ന്. പിന്നെ ഡോണിന് കാണാൻ പറ്റില്ല. ചെറിയൊരു കാര്യം മതിയല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടാനായിട്ട്. പിന്നെ അത് കോംപ്രമൈസ് ആക്കലായിരുന്നു എൻ്റെ പണി. നമുക്കാണെന്നുണ്ടെങ്കിൽ ഒരു പ്രൊമോഷൻ്റെ ബേസിൽ അജ്മാൻ വരെ ഒന്ന് പോകണമായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ തീർത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ബാക്കി കാര്യങ്ങളൊക്കെ അമ്മ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ അമ്മേനെ വിളിച്ച് ചോദിച്ചു, അമ്മ പിള്ളേരെങ്ങനെയുണ്ട്? കാരണം അമ്മയുടെ അടുത്ത് ആക്കിയിട്ടാണ് ഞാൻ പോയത്. ഞാനും ഉണ്ടായിരുന്നു, ഐശു ഉണ്ടായിരുന്നു, ചാച്ചനും ഉണ്ടായിരുന്നു. അമ്മേനെയും പിള്ളേരെയും കൊണ്ടുപോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഓർത്തു, പ്രൊമോഷന് പോയി കഴിഞ്ഞാൽ എന്തായാലും പോസ്റ്റാവും, കട്ട പോസ്റ്റായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത്രയും നേരം പിള്ളേർ അവിടെ നിൽക്കൂല. ഇവന്മാർക്കാണെങ്കിൽ പെട്ടെന്ന് ബോറടിക്കും. അതുകൊണ്ട് വെറുതെ കൊണ്ടുപോയി പണിയിരുന്ന് വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മെസ്സേജ് അയച്ച് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും പിള്ളേർ എന്തെടുക്കുകയാണെന്നുള്ളത്. അപ്പം അമ്മ പറയും, പിള്ളേർ ഒരു കുഴപ്പമില്ല, നല്ല പിള്ളേരായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. നീ ഉള്ളപ്പോൾ പോലെയുള്ള പിള്ളേരേ അല്ല. ഞാനുണ്ടെങ്കിൽ ഈ ഡോണി ഏത് നേരം എൻ്റെ ഒക്കത്തായിരിക്കും. അതുകൊണ്ടാണ് അമ്മ അങ്ങനെ പറഞ്ഞത്. ഞാനില്ലാണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ അത് താഴെ ഇറങ്ങി കളിച്ച് ഫുഡും കഴിച്ച് നല്ല കുട്ടിയായിരുന്നു എന്നാണ് അമ്മ പറയണത് കേട്ടോ. അപ്പം ഞാനാണ് അവൻ്റെ പ്രശ്നം. ഞാനുണ്ടെന്നുണ്ടെങ്കിൽ അവൻ ഫുള്ള് എന്നെ ഡിപ്പെൻഡ് ചെയ്തേ നിൽക്കുള്ളൂ. അങ്ങനെ നമ്മൾ പ്രൊമോഷൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ചൈന മാൾ അങ്ങനെ എന്തോ പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി. ഞാൻ സാരിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. കുറേ നാൾക്ക് ശേഷമാണ് ഇവിടെ വന്നിട്ട് ഞാൻ സാരി എടുത്തൊരു പ്രൊമോഷന് പോണത്. ഇവിടെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഞാൻ സാരി എടുത്ത് പ്രൊമോഷന് പോണത്. ശരിയാണ്, ഓക്കെ, അതെന്തോ ആവട്ടെ. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വാങ്ങണം എന്ന് വിചാരിച്ച സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലൈറ്റാണ് കേട്ടോ. മിററിന് വെക്കാൻ വേണ്ടിയിട്ടുള്ള ലൈറ്റാണ്. കുറേ നാളായി ഞാനിത് വാങ്ങണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നാമത് ഞങ്ങളുടെ റൂമിൽ ലൈറ്റ് കുറവാണ്. പോരാത്തതിന് ഞങ്ങളുടെ മിററിന് എന്തോരം തുടച്ച് കഴിഞ്ഞാലും അതിനൊരു ക്ലാരിറ്റി അങ്ങ് കിട്ടണില്ല. എന്താണെന്നറിയില്ല, ഇനി തുടയ്ക്കണതിൻ്റെ പ്രശ്നമാണോന്ന് അറിയില്ല. നിന്നും ഇരുന്നും കിടന്നും ഒക്കെ തുടച്ച് കഴിഞ്ഞാലും യാതൊരു കാര്യമില്ല. അങ്ങനെ ആ ലൈറ്റ് വാങ്ങി കഴിഞ്ഞിട്ട് ഞാൻ വന്നിരിക്കണ ഇരിപ്പ് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ചെരുപ്പ് നോക്കിയിരിക്കണതെന്ന്. എനിക്ക് പിന്നെ എവിടെ ചെന്ന് കഴിഞ്ഞാലും ചെരുപ്പ് കിട്ടില്ലല്ലോ. അങ്ങനെ അവിടെ നിന്നും കിട്ടാണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. വീണ്ടും ഞങ്ങൾ മറ്റേ ബാൽക്കണിയിൽ വിരിക്കാനായിട്ടുള്ള ആ ഒരു മാറ്റ് നോക്കിക്കാണ്ടോ. കുറേ ഇവിടെ വില പേശിയായിരുന്നു. പലരും പല റേറ്റാണ് പറഞ്ഞത്. അവസാനം നമുക്ക് പറ്റിയൊരു റേറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതങ്ങ് വാങ്ങിയിട്ടോ. അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങൾ മുഴുവനും വാങ്ങിച്ചിട്ട്, മുഴുവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് ടോയ്സും പിന്നെ ഈ മാറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചെക്കന്മാർക്ക് അങ്ങ് ഇഷ്ടമായിട്ടോ. ടോയ്സൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഉഷാറായി. അപ്പോൾ അമ്മേനോട് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചപ്പോൾ അമ്മ പറയാണ്, ഇവിടെ ഈ 2 പിള്ളേരുണ്ടെന്ന് പറയേ ഇല്ലായിരുന്നു, അത്രയും നല്ല പിള്ളേരായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒളിച്ചു നിന്നിട്ട് ഇവരാരെങ്കിലും എന്നെ അന്വേഷിക്കുമെന്ന് അറിയാനായിട്ട് 2 എണ്ണം അന്വേഷിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഏതപ്പനും ഡോണും അന്വേഷിച്ച് വന്നു കേട്ടോ. അവസാനം ഏതപ്പം പുറത്തേക്ക് വന്ന് നോക്കി. അത് വേറെ ഒന്നും കൊണ്ടല്ല, ടോയ്സ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചാച്ചൻ പറഞ്ഞു അമ്മയുടെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, കിട്ടിയില്ലെന്ന് ചോദിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് അമ്മ എന്തേ എന്ന് അന്വേഷിച്ചത്. അല്ലെങ്കിൽ ഇവന്മാർ അന്വേഷിക്കില്ല, കള്ളന്മാരാണ്.
രാത്രിയാകുമ്പോൾ രണ്ടാൾക്കും തന്നെ വേണം. ചെറുതിനെല്ലാം എന്തായാലും വേണം. നല്ല നല്ല കുറുമ്പന്മാരാണ്. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് നല്ല അടിയും കിട്ടും. പക്ഷെ ഇന്ന് ആ ഒരു ദിവസം അമ്മ പറയാണ് ഒരു കുറുമ്പും ഉണ്ടായില്ല, ഒരു വഴക്കും ഉണ്ടായില്ല, ഒരു കരച്ചിലും ഉണ്ടായില്ല, ഒരു ബഹളം ഉണ്ടായില്ല എന്ന്. അപ്പം ഡിപ്പെൻഡ് ചെയ്യാൻ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ഇവന്മാർ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടേ നിൽക്കും. അമ്മയുടെ അടുത്ത് എന്ത് ഡീസൻ്റായിട്ടാണ് നിന്നേ. ഒരു കണക്കിന് എനിക്ക് ഭയങ്കര ആശ്വാസമാണ്. കാരണം ഞാൻ എൻ്റെ അമ്മയുടെ അടുത്താണല്ലോ 2 പിള്ളേരെ ആക്കിയിട്ട് പോണത്. എനിക്ക് അങ്ങനെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമാണ് കേട്ടോ. അങ്ങനെ അമ്മയുടെ അടുത്ത് എന്തായാലും അവന്മാർ സേഫ് ആയിരിക്കും എന്നുള്ളത് എനിക്ക് 101% വിശ്വാസമാണ്. അതുകൊണ്ട് പിന്നെ എനിക്ക് അങ്ങനെ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ മാറി കുളിച്ച് ഫ്രഷായി വന്ന്. കാരണം ഭയങ്കര ടയേർഡായിരുന്നു. ഒന്നാമത് നമുക്ക് ലഞ്ച് കഴിക്കാൻ പറ്റിയില്ല. പിന്നെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴാണ് ഒരു മന്തി കഴിച്ചത്. അപ്പോഴാണ് ഒന്ന് വിശപ്പ് മാറിയത് തന്നെ. ഇവിടം വരെ എത്തിയത് തന്നെ എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ബാക്കി ഇതൊക്കെ സെറ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചാച്ചനെയും കൂട്ടുവിളിച്ച് നമ്മളിതേ പരിപാടി തുടങ്ങി കേട്ടോ. ഇത് പിന്നെ എപ്പോഴെങ്കിലും ഒട്ടിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര മനോവിഷമമായിരിക്കുന്നേ. പ്രത്യേകിച്ച് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ചാച്ചനെ തന്നെ ആദ്യം ഉദ്ഘാടനം ചെയ്യണം. അതുകൊണ്ട് ചാച്ചൻ തന്നെ ഇത് മുൻകൈ എടുത്ത് ചെയ്യുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. എനിക്കിങ്ങനെ പിന്നിൽ നിന്ന് എല്ലാവരും ഇങ്ങനെ ഇവിടെ ചെയ്ത് ചുമ്മാ അങ്ങ് പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു. ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഇതൊക്കെ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ മിററിൻ്റെ ആ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. നമ്മൾ എന്തോരം തുടച്ച് കഴിഞ്ഞാലും അതങ്ങ് സെറ്റ് ആവണില്ല. അപ്പോൾ കൊളിയും വാങ്ങിയിട്ട് അത് വെച്ചൊന്ന് ക്ലീൻ ചെയ്യാമല്ലോ എന്നൊക്കെയാണ് ഞങ്ങളിങ്ങനെ ചർച്ചിച്ചുകൊണ്ടിരിക്കണത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ ഒരു സ്വിച്ച് ബോർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചാച്ചൻ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് എൻ്റെ പുതിയ നെയിലൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. ഇപ്പം ഞാൻ ഇതൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നത്. പക്ഷേ ഇത് വെച്ചതിന് ശേഷം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തോ ഒരു ഭാരം കയ്യിലിരിക്കുന്ന പോലെ ഒരു ഫീലിങ്സ് ആണ് കേട്ടോ. ചുമ്മാണ് കേട്ടോ. ഞാൻ ഇതിങ്ങനെ ഇനി കമൻ്റ് ഇടല ഒരു സാധനം ചെയ്തിട്ട് എന്താ ഷോ എന്നൊന്നും പറയില്ല കേട്ടോ. ഇത് ഞാൻ മനഃപൂർവ്വം എടുത്ത വീഡിയോ ആണ് കാണിക്കാൻ വേണ്ടിയിട്ട്. അത് വേറെ കാര്യം. അപ്പോൾ നമുക്ക് ഒരുവിധം സംഭവങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ഇച്ചിരി നീങ്ങി വന്നപ്പോഴത്തേക്കും ഈ ഒരു മിററിന് എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആട്ടമുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ശരിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈറ്റിൻ്റെ പരിപാടി കംപ്ലീറ്റ് ആവും എന്നാണ് ചാച്ചൻ പറഞ്ഞത്. അതേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് 2 പേരും ഇങ്ങോട്ട് കയറി വന്നു. കുറേ നേരത്തേക്ക് ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞിട്ടാണ് 2 പേരെ അങ്ങോട്ട് വിട്ടത് കേട്ടോ. കറക്റ്റ് ഇത് കംപ്ലീറ്റ് ആവാറായപ്പോഴത്തേക്കും ചെക്കന്മാർ 2 കൂടി ഇങ്ങനെ കയറി വന്നിട്ട് ഇത് എന്നിട്ടാന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. ലാസ്റ്റ് ലൈറ്റ് കത്തിക്കഴിഞ്ഞപ്പോൾ ഹായ് നല്ല രസം എന്ന് പറഞ്ഞിട്ട് ഇതപ്പം കിടന്ന് തുള്ളണയായിരുന്നു കേട്ടോ. ഇനി ഇതെപ്പോഴാണ് അവ പറിച്ചെടുക്കണേ തമ്പുരാനറിയാം. ഇതുമ്മ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് വരുമെന്നും പറഞ്ഞിട്ടാണ് പേടിപ്പിച്ച് നിർത്തിയേക്കുന്നത് കേട്ടോ. എത്ര നാളത്തേക്ക് ഈ പേടിയൊക്കെ ഉണ്ടാവുമെന്ന് അറിയാൻ പാടില്ല. ഇതിൻ്റെ ബ്രൈറ്റ്നസ് നമുക്ക് കൂട്ടാം, കുറയ്ക്കാം. അതേപോലെ കളറ് ലൈറ്റ് മാറ്റാം. വാം ലൈറ്റ്, പിന്നെ വൈറ്റ് ലൈറ്റ്, പിന്നെ വേറൊരു ലൈറ്റും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ 3 ലൈറ്റാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു മിറർ അങ്ങ് സെറ്റ് ചെയ്ത് എന്തൊരു വെളിച്ചം. ഇനി ആ മിററും കൂടി ആ കോളിയും വാങ്ങിയതിന് ശേഷം ഒന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ സെറ്റ് ആവുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇത്രയും നേരം എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തതല്ലേ, എന്നാൽ പിന്നെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങൾ അകത്തേക്ക് ചെല്ലട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മാംഗോ ഷേക്ക് അടിക്കാമെന്ന് വിചാരിച്ചു. സത്യത്തിൽ ഈ മാങ്ങ വെറുതെ തിന്നുന്നതാണ് എനിക്കിഷ്ടപ്പെട്ടത് കേട്ടോ. ചാച്ചനാണെന്നുണ്ടെങ്കിൽ ഷേക്ക് മതി എന്ന് പറഞ്ഞു. എനിക്കെന്തോ ഇത് ഈ ഷേക്ക് കുടിച്ച് കഴിഞ്ഞാൽ തലയ്ക്കടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. കാരണം ഭയങ്കര മധുരമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുടിച്ചു നോക്കിയൊന്നുമില്ല. ഇച്ചിരി സിപ്പ് ഞാൻ കുടിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ മുഴുവനും കുടിക്കാനൊന്നും നിന്നില്ല. ചാച്ചൻ എന്തായാലും ഇത് ചുമ്മാ തിന്നണ്ട, ഷേക്ക് മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഷേക്ക് അടിച്ചങ്ങ് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. നമുക്കിനി അടുത്ത വിശേഷം അടുത്ത വീഡിയോയിൽ കണ്ടാലോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.